നമസ്കാരം. പ്രധാന വാർത്തകൾ. മോദി ഇന്ന് നൈജീരിയയിലേക്ക് 3 രാജ്യങ്ങളിലെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് യാത്ര തിരിക്കും. നൈജീരിയ, ബ്രസീൽ, ഗയാന എന്നീ രാജ്യങ്ങളിലേക്കാണ് മോദിയുടെ യാത്ര. ഉച്ചയ്ക്ക് 1 മണിക്ക് യാത്ര തിരിക്കുന്ന മോദി നൈജീരിയൻ സമയം 9 മണിക്ക് തലസ്ഥാനമായ അബുജയിലെത്തും. 17 വർഷത്തിനു ശേഷമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നൈജീരിയയിലെത്തുന്നത്. നൈജീരിയയുമായുള്ള സഹകരണം ശക്തമാക്കാനുള്ള ചർച്ച മോദിയുടെ സന്ദർശന വേളയിൽ നടക്കും. ബ്രസീലിൽ നടക്കുന്ന G20 ഉച്ചകോടിയിൽ മോദി പങ്കെടുക്കും. റഷ്യ യുക്രൈൻ സംഘർഷം, പശ്ചിമേഷ്യയിലെ സംഘർഷം എന്നിവ ഉച്ചകോടിയിൽ ചർച്ചയാകും. ബ്രസീലിൽ നിന്ന് ഗയാനയിലെത്തുന്ന മോദി കരീബിയൻ രാജ്യങ്ങളുടെ കൂട്ടായ്മ കാരിക്കോം ഇന്ത്യ ഉച്ചകോടിയിലും പങ്കെടുക്കും. ബാങ്ക് ഭരണസമിതി തെരഞ്ഞെടുപ്പിനിടെ സംഘർഷം, കല്ലേറ്. ചേവായൂർ സഹകരണ ബാങ്ക് ഭരണസമിതി തെരഞ്ഞെടുപ്പിനിടെ 3 വാഹനങ്ങൾക്ക് നേരെ കല്ലേറ്. വോട്ടർമാരുമായി എത്തിയ വാഹനങ്ങൾക്ക് നേരെയാണ് കല്ലേറുണ്ടായത്. വാഹനങ്ങളുടെ ചില്ലുകൾ കല്ലേറിൽ തകർന്നു. പൊതു തെരഞ്ഞെടുപ്പിന് സമാനമായ വീറും വാശിയിലുമാണ് ചേവായൂർ സഹകരണ ബാങ്ക് ഭരണസമിതി തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. കോൺഗ്രസ് പാനലും CPM പിന്തുണയുള്ള കോൺഗ്രസ് വിമതരും തമ്മിലാണ് മത്സരം. രാവിലെ 8ഓടെ വോട്ടെടുപ്പ് ആരംഭിച്ചു. പതിറ്റാണ്ടുകളായി കോൺഗ്രസ് ഭരിക്കുന്ന ബാങ്കാണിത്. എന്നാൽ നേരത്തെ ഭരണസമിതിയിലുണ്ടായിരുന്ന ഒരു വിഭാഗം കോൺഗ്രസുമായി തെറ്റി നേതൃത്വവുമായി ഇടഞ്ഞ് സ്വന്തമായി കുറച്ചുകാലമായി പ്രവർത്തിക്കുകയാണ്. ഇവരെ അച്ചടക്ക നടപടി സ്വീകരിച്ച പാർട്ടി പുറത്താക്കുകയും ചെയ്തിരുന്നു. ഇവരെ പിന്തുണച്ച് CPM എത്തുകയായിരുന്നു. ഇതോടെയാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് വാശിയേറിയതായി മാറിയത്. തിരുവനന്തപുരത്ത് വീണ്ടും ശുചീകരണ തൊഴിലാളികളുടെ പ്രതിഷേധം. തിരുവനന്തപുരം നഗരസഭയിൽ വീണ്ടും ശുചീകരണ തൊഴിലാളികളുടെ പ്രതിഷേധം. ആത്മഹത്യാ ഭീഷണി മുഴക്കിയ ശുചീകരണ തൊഴിലാളികൾ നഗരസഭാ കവാടത്തിന് മുകളിൽ കയറിയാണ് പ്രതിഷേധിക്കുന്നത്. 4 തൊഴിലാളികളാണ് നഗരസഭയുടെ കവാടത്തിന് മുകളിൽ കയറി പ്രതിഷേധിക്കുന്നത്. നഗരസഭയുടെ ഗേറ്റിന് ഇരുവശവും മറ്റു തൊഴിലാളികൾ മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിക്കുകയാണ്. ഇന്നു മുതൽ സമരം ശക്തമാക്കുമെന്നാണ് ശുചീകരണ തൊഴിലാളികൾ പറയുന്നത്. പെട്രോളും കൊടിതോരണങ്ങളുമായാണ് പ്രതിഷേധിക്കുന്നത്. തൊഴിലാളികളുടെ മാലിന്യം ശേഖരിക്കുന്ന 12ഓളം വാഹനങ്ങൾ പിടിച്ചെടുത്തിരുന്നു. അത് വിട്ടു നൽകണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. അബ്ദുറഹീമിന്റെ മോചന ഉത്തരവ് ഇന്ന് ഇറങ്ങിയേക്കും. സൗദി അറേബ്യയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ജയിലിൽ കഴിയുന്ന കോഴിക്കോട് കോടമ്പുഴ സ്വദേശി അബ്ദുറഹീമിന്റെ മോചനത്തിൽ ഇന്ന് ഉത്തരവിറങ്ങിയേക്കും. റിയാദ് കോടതി കേസ് പരിഗണിക്കും. ബ്ലഡ് മണിയുടെ ചെക്കും രേഖകളും കോടതിയിലെത്തിച്ചതോടെ മോചനത്തിനായുള്ള നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായിരുന്നു. തുടർന്ന് അബ്ദുറഹീമിന്റെ വധശിക്ഷ കോടതി റദ്ദു ചെയ്തിരുന്നു. മോചന ഉത്തരവിൽ കോടതി ഒപ്പുവെച്ചാൽ റഹീമിന് 18 വർഷത്തെ ജയിൽവാസത്തിൽ നിന്നും മോചനമാകും. അതേസമയം റഹീമിന്റെ മോചനത്തിനായി സമാഹരിച്ച ഫണ്ടിൽ ബാക്കിയുള്ള 11.5 കോടി രൂപ മറ്റ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാൻ ധാരണയായി. റഹീമിന്റെ അഭിപ്രായം കൂടി കേട്ട ശേഷം അന്തിമ തീരുമാനമെന്ന് നിയമസഹായ സമിതി വ്യക്തമാക്കി. മെഡിക്കൽ കോളേജിൽ അഗ്നിബാധ, 10 നവജാത ശിശുക്കൾക്ക് ദാരുണാന്ത്യം. മെഡിക്കൽ കോളേജിലുണ്ടായ തീപിടുത്തത്തിൽ 10 നവജാത ശിശുക്കൾ വെന്തുമരിച്ചു. ഉത്തർപ്രദേശിലെ ഝാൻസിയിലെ മഹാറാണി ലക്ഷ്മിബായി മെഡിക്കൽ കോളേജിലെ നവജാത ശിശുക്കളുടെ തീവ്രപരിചരണ വിഭാഗത്തിലാണ് അഗ്നിബാധ ഉണ്ടായത്. 10 നവജാത ശിശുക്കൾ മരിക്കുകയും 16 കുഞ്ഞുങ്ങൾക്ക് പൊള്ളലേൽക്കുകയും ചെയ്തെന്നും മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ട് എന്നുമാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. തീപിടുത്തത്തിന്റെ കാരണം അന്വേഷിക്കാൻ ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. 6 ഫയർ എഞ്ചിനുകൾ സ്ഥലത്തുണ്ടെന്നും ഝാൻസി കളക്ടർ അവിനാഷ് കുമാർ പറഞ്ഞു. മെഡിക്കൽ കോളേജിൽ നിന്ന് രോഗികളെ ഒഴിപ്പിക്കുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തുവന്നു. ഡോക്ടർമാരും ആശുപത്രി ജീവനക്കാരും ചേർന്ന് ജനലുകൾ തകർത്ത രോഗികളെ രക്ഷിക്കുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്.